ജീവൻ പകരും ബലിയിൽ ഒന്നായൊരു മനമോടെ തിരുജീവൻ നേടാനായണയോ. ജീവൻ പകരും ബലിയിൽ ഒന്നായൊരു മനമോടെ തിരുജീവൻ നേടാനായണയോ. കൃപ ചൊരിയും വരമരുളും ഈ തിരുബലിയിൽ ഹൃദയത്തിൽ അവരണയും തിരുവോസ്തിയ. കൃപ ചൊരിയും വരമരുളും ഈ തിരുബലിയിൽ ഹൃദയത്തിൽ അവരണയും തിരുവോസ്തിയ. തിരുഭോജ്യമാ എന്നീ ബലിവേദിയിൽ ജീവൻ പകരും ബലിയിൽ ഒന്നായൊരു മനമോടെ തിരുജീവൻ നേടാനായണയോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. തപസ് കാലത്തിന് മുൻപായിട്ടുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്നത്തെ വായനകളിലൊക്കെ ശുദ്ധിയുടേതായ ഒരു കൽപ്പന നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമായ ഇസ്രായേല് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും ശുദ്ധിയുള്ളവരായിരിക്കണമെന്നും പ്രവാചകന്മാരിലൂടെയും നിയമങ്ങളിലൂടെയും ദൈവം ജനത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ശുദ്ധിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ശുദ്ധിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുക. ശരീരത്തിലും മനസ്സിലും ശുദ്ധിയുള്ളവരായി പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകാൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാകാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എന്തുമാത്രം വിശുദ്ധി എന്നിലുണ്ട് എന്ന് പരിശോധിക്കാം. എൻ്റെ മനസ്സിനെ അശുദ്ധമാക്കുന്ന പാപം വഴി ഞാൻ ഈ ബലി അർപ്പിക്കാൻ അയോഗ്യനാണ് എങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ടും ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ടും നമുക്ക് ബലിയിൽ പങ്കുചേരാം. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ചിന്തയിലൂടെയും ഉപേക്ഷയാലും വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറിച്ചോർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ബലിക്കായിട്ട് നമ്മെ തന്നെ നമുക്കൊരുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ.
വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേശക്തനാ ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷക യേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ, വാഴുന്ന ക്രിസ്തുവ യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ,
മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സംശുദ്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് വസിക്കാൻ തിരുമനസ്സാകുന്ന ഇപ്രകാരമുള്ളവരെ പോലെയാകുവാൻ അങ്ങേ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോന്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. തടിപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചെമപ്പ് കലർന്ന വെള്ള നിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ്. അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവിടുന്നെൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. അവിടുന്നെൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപമോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അവിടുന്നെൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. എൻ്റെ പാപം ഞാൻ അവിടത്തോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അവിടുന്ന് അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ. അവിടുന്നെൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. അവിടുന്നെൻ്റെ അഭയസങ്കേതമാണ്, രക്ഷ കൊണ്ട് അങ്ങ് എന്നെ പൊതിയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത്.
ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും അത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലാ ഇടങ്ങളിൽ നിന്നും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഷ്ഠരോഗം കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും മനസ്സിലുളവാക്കുന്ന ഒരു രോഗമാണ്. ഇന്ന് കുഷ്ഠരോഗത്തിന് ചികിത്സയുണ്ട്. ഓരോ വർഷവും കുഷ്ഠരോഗം ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. എങ്കിലും ഒരു വർഷത്തിലെ 2 ലക്ഷം പേരോളം കുഷ്ഠരോഗം പിടിപെടുന്നതായിട്ടാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ കാലത്ത് സ്ഥിതി ഇതായിരുന്നില്ല. കുഷ്ഠരോഗത്തിന് ചികിത്സയില്ല. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗം ബാധിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഈ കാരണം കൊണ്ടാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തി പുരോഹിതനാൽ ശോധന ചെയ്യപ്പെട്ട് പരിശോധിക്കപ്പെട്ട് അവന് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തും. കുടുംബം തന്നെ അവനെ ഒറ്റപ്പെടുത്തും. അവൻ പോകുന്ന ഇടങ്ങളിലൊക്കെ കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് മേൽചുണ്ട് മറച്ചു വെച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മണികിലിക്ക് വേണം അവൻ സഞ്ചരിക്കുവാൻ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക വേദന, ഒറ്റപ്പെടല്, ഏകാന്തത, സമൂഹത്തിന്റെ അവഗണന, ഇത് മതി ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മാനസികമായിട്ട് തകരാൻ. ഇങ്ങനെ ആകെ തകർന്ന് ഏകാന്തതയിൽ
ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ആ മനുഷ്യനാകട്ടെ യേശുവിനെ കാണുമ്പോൾ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് യാചിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ കുഷ്ഠരോഗി. സ്നേഹമുള്ളവരെ, ഈശോ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ കാലഘട്ടത്തിലെ യഹൂദരെ ചിന്തിച്ചിരുന്നത് കുഷ്ഠരോഗമെന്നാൽ ശരീരത്തെ അശുദ്ധമാക്കും, അതുകൊണ്ട് തന്നെ ഒരു പാപിയാണ് അവനെന്ന് അവർക്ക് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ ശിക്ഷിക്കുന്നതാണ് രോഗം എന്നൊരു പക്ഷെ കരുതിയിരിക്കാം. ഈ മാനസിക വേദനയിൽ നിന്നും അതിൽ നിന്നും വിടുതൽ നേടുവാൻ, മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച ഈ കുഷ്ഠരോഗി ഈശോയുടെ അടുത്തു വരുമ്പോൾ അവനെ മനസ്സിലാക്കുന്ന ഈശോ അവനെ തൊട്ട് സുഖപ്പെടുത്തുകയാണ് നാം കാണുന്നു. യഥാർത്ഥത്തിൽ ഈശോ സൗഖ്യം നൽകുന്നതും ശുദ്ധി നൽകുന്നതും ശരീരത്തിന് മാത്രമാണോ? നമുക്കൊന്ന് ചിന്തിക്കാം. കുഷ്ഠരോഗം ശരീരത്തെ അശുദ്ധമാക്കും, ശരീരത്തെ വികൃതമാക്കും, നമുക്കറിയാം. എന്നാൽ ശരീരത്തെ ശ്രദ്ധിക്കുന്ന നാം ശരീരത്തെ അശുദ്ധമാക്കുന്ന, വൃത്തികേടാക്കുന്ന എന്തു വന്നാലും നമുക്ക് മാനസിക വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തെ ഏറ്റവും സൂക്ഷ്മതയോടെ വളരെ കൃത്യമായിട്ട് പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് മോടിയായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കും. മറ്റുള്ളവരുടെ മുമ്പിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും എപ്പോഴും ആകുലതയുള്ളവരാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയമൊക്കെ ചിലരെങ്കിലും മനോഹരമാക്കാനും ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ തന്നെ അവതരിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കാറ്. എന്നാൽ സ്നേഹമുള്ളവരെ ഒന്ന് ചോദിക്കട്ടെ, മനസ്സിന്റെ ശുദ്ധിയെക്കുറിച്ചും മനസ്സിന്റെ ഭംഗിയെക്കുറിച്ചും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നത്, ഭംഗിയാക്കുന്നത് എന്താണ്? ശരീരത്തിന്റെ കുഷ്ഠമാണ് നമ്മൾ ആകുലപ്പെടുന്നത് എങ്കിൽ മനസ്സിന്റെ കുഷ്ഠത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സിനെ കുഷ്ഠം ബാധിച്ചാൽ അത് അവനെ തകർത്ത് കളയും. ഈ മനസ്സിന്റെ കുഷ്ഠമെന്ന് മനസ്സിലാക്കേണ്ടത് പാപത്തെയാണ്. പാപം ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയുടെ മനസ്സ് വികൃതമാകും. ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ കാണുന്ന ദൈവം, ആത്മാവിനെ തൊട്ടറിയുന്ന ദൈവം പാപത്തിലൂടെ ഒരു വ്യക്തി അശുദ്ധനാകുന്നത് കാണുമ്പോൾ ഹൃദയം വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് വരുന്നവരെ ഈശോ ശരീരം കൊണ്ട് മാത്രമല്ല സുഖപ്പെടുത്തുന്നത്, ശരീരത്തിൽ മാത്രമല്ല സുഖപ്പെടുത്തുന്നത്. സഖ്യവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. സഖ്യവൂസിന്റെ ഭവനത്തിൽ ചെന്ന ഈശോ, ആ ഈശോയുടെ ഇടപെടൽ വഴി സഖ്യവൂസ് രക്ഷപ്പെടുന്നത് നാം വായിച്ചറിയുന്നുണ്ട്. എങ്ങനെയാണ് സഖ്യവൂസ് രക്ഷപ്പെടുന്നത്? അവന്റെ ജീവിതം മാറി. മനസ്സിനെ ബാധിച്ചിരുന്ന വ്രണമായ ദ്രവ്യ ആസക്തി എന്ന പാപം അവനെ വിട്ടുപോയി. അവൻ 1ന് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അതാണ് സഖ്യവസിനെ മാറ്റിയ പാപം. സഖ്യവസിന്റെ മനസ്സിനെ വികൃതമാക്കിയ കുഷ്ഠമായ ദ്രവ്യാസക്തിയെ തൊട്ട് സുഖപ്പെടുത്തുകയാണ് ഈശോ അവിടെ. വീണ്ടും പാപിനിയായ സ്ത്രീയെ നാം കാണുന്നുണ്ട്. ഈശോയുടെ ഇടപെടൽ വഴി പാപത്തെ ഉപേക്ഷിച്ച് നല്ല മനുഷ്യരാകുവാൻ, നല്ല മനുഷ്യ സ്ത്രീ ആകുവാൻ അവൾക്ക് സാധിച്ചതും ഈശോ അവളുടെ മനസ്സിനെ ശുദ്ധിയുള്ളവളാക്കി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മനസ്സിനെ സുഖപ്പെടുത്തുന്നവനല്ലേ ഈശോ? മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ ചോദിക്കണ്ടേ? വിവാഹത്തിന് മുമ്പ്, മറ്റു പല പരിപാടികൾക്ക് മുമ്പ് എത്ര സമയമാണ് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടി, ശരീരത്തെ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കാറ്? അങ്ങനെയെങ്കിൽ മനസ്സിനെ മനോഹരമാക്കാൻ എത്ര സമയം, ആത്മാവിനെ മനോഹരമാക്കാൻ എത്ര സമയം നമ്മൾ ചെലവഴിക്കും? മനസ്സിനെ എങ്ങനെ ശുദ്ധിയുള്ളവരാക്കി മാറ്റാം നമുക്ക്? അതാണ് ഇന്ന് ഈശോ നമ്മളോട് ചിന്തിക്കാൻ പറയുന്ന കാര്യം. മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കുന്നത്, ആത്മാവിനെ ശുദ്ധമാക്കാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. ഈശോ ആണ് ആത്മാവിനെ തൊട്ട് സുഖപ്പെടുത്തുന്ന. അങ്ങനെയെങ്കിൽ
ആത്മാവിനെ തൊട്ട് സുഖപ്പെടുത്തുവാൻ എന്ത് ചെയ്യണം? അതിന് വചനമായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. വചനത്തിലൂടെ മാത്രമാണ് മനസ്സിന്, ആത്മാവിന് സൗഖ്യം ലഭിക്കും. തിമോത്തിയർക്ക് എഴുതിയിട്ടുള്ള 2-ാം ലേഖനത്തിലൂടെ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിലൂടെ പൗലോസ് ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് പൂർണ്ണത കൈവരിക്കുവാൻ, അവൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ മാറി അവൻ ആത്മാവിൽ ശുദ്ധിയുള്ളവരായി മാറാൻ ദൈവത്തിൻ്റെ വചനം പോലെ ഒന്നാമതായിട്ട് സഹായിക്കുന്ന മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനമുണ്ടോ, വചനമനുസരിച്ച് ജീവിക്കുന്നവരാണോ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ പറ്റുക അസാധ്യമാകുമാറ് ദൈവം അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ ശുദ്ധിയുള്ളവരായി മാറാനുള്ള ആദ്യത്തെ മാർഗം വചനവുമായിട്ടുള്ള ബന്ധമാണ്. വചനം ക്രിസ്തുവാണ് എങ്കിൽ ആ വചനത്തിലൂടെ എൻ്റെ ആത്മാവിൻ്റെ ശുദ്ധി പ്രാപിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാവിൻ്റെ ശുദ്ധി ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ? ദൈവത്തെ ദർശിക്കുവാനോ നിത്യരക്ഷ പ്രാപിക്കുവാനോ സ്വർഗത്തിൽ എത്തിച്ചേരുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധിയില്ലേ സ്വർഗത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല. അശുദ്ധി എന്നാൽ മനസ്സിന്റെ പാപമാണ് അശുദ്ധിയെങ്കിൽ ആ മനസ്സിന്റെ അശുദ്ധി മാറ്റാനുള്ള മാർഗം വചനമായ ദൈവത്തെ ഉപാസിക്കുക, വചനത്തെ ഉപാസിക്കുക. ഹൃദയത്തിൽ വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം ജീവിക്കുക. അതിലൂടെ പാപത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളൊന്ന് ടി വിയിലൂടെയൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ അനേകം ചാനലുകൾ ഇന്ന് നമുക്കുണ്ട്. ഏത് ചാനലുകൾ കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം? സംശയമില്ല, കൂടുതൽ പേർക്കും ഇഷ്ടം ദൈവമില്ലാത്ത മറ്റു പല ചാനലുകളുമാണ്. കാരണം എന്താണ്? അതിനുള്ള കാരണം നമ്മൾ അറിയാതെ തിന്മ മനോഹരമായിട്ട് അല്ലെങ്കിൽ ആകർഷക രൂപത്തിലേക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അകറ്റുന്ന പലതുമാണ്. അതുകൊണ്ടാണ് വചനം വായിക്കാൻ നമുക്ക് മടിയാ, വചനം കേൾക്കാൻ നമുക്ക് മടിയാ. ധ്യാനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ ഒരു പ്രയാസമാണ്, തടസ്സമാണ്. ഇതിൻ്റെ കാരണം പിശാച് പലപ്പോഴും നമ്മളെ പ്രലോഭിപ്പിക്കും ദൈവമല്ലാത്ത, വചനമല്ലാത്ത പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ പ്രലോഭനത്തെയാണ് അതിജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമൊഴിച്ച് വചനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന പലതിനെയും മാറ്റി വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് മനസ്സിന്റെ ശുദ്ധി പ്രാപിക്കാനുള്ള ആദ്യ മാർഗം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കണ്ടെത്തും. ദൈവത്തെ കാണുവാൻ ഹൃദയവിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് വചനം വഴി നമുക്ക് സാധിക്കട്ടെ. ഇനി രണ്ടാമത്തെ മാർഗം എന്താ? ശുദ്ധിയുള്ളവരായി തീരണമെങ്കിൽ വചനം വേണം. വചനത്തിലൂടെയാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ വചനം മാംസം ധരിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം. അത് പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിക്കുവാൻ സഹായിച്ചത് എന്താണെന്ന് നാം വായിച്ചിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. വചനം മാംസം ധരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും വചനം ജീവിക്കുവാൻ, വചനം വായിച്ച് വചനം ഉള്ളിൽ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടി ഉപവാസിക്കണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള മാർഗം എന്താ? ഇതാണ് വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ ആവശ്യമായ മൂന്നാമത്തെ വ്യക്തി. അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി മാത്രമല്ല, 2 പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ ആവാസം ലഭിച്ച ശ്രേഷ്ഠ വ്യക്തിയായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. മംഗളവാർത്തയിലും ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ പെന്തക്കുസ്ത ദിനത്തിലും
പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം പരിശുദ്ധാത്മാവിൽ ലഭിച്ച മറ്റൊരു വ്യക്തി പരിശുദ്ധ അമ്മയെ പോലെ ഇല്ല. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയിലാണ്. അങ്ങനെയെങ്കിൽ നമുക്കും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ദൈവം നമുക്ക് സഹായിയായിട്ട് തന്ന ഈ പരിശുദ്ധ അമ്മ വഴിയാണ് നമുക്ക് ഹൃദയ വിശുദ്ധിയുള്ളവരായി, ശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കുക. നമുക്ക് ഈ വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ വിശുദ്ധിയുള്ളവരായി, ഹൃദയ ശുദ്ധിയുള്ളവരായി ജീവിച്ചുകൊണ്ട് നമുക്ക് മനസ്സിനെ ശുദ്ധമാക്കാം. അങ്ങനെ നിത്യജീവിതത്തിലേക്ക് നമുക്ക് കയറാം. ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ മനോഹര വീട്, മക്കളുടെ ഉയർച്ച, വലിയ വാഹനം, ഇങ്ങനെ നശ്വരമായ ഭൗതികമായ പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിത്യജീവൻ അല്ലെങ്കിൽ നിത്യരക്ഷ, പുണ്യപൂർണത, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതിൻ്റെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ദൈവത്തിലെ സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് ജീവിക്കണോ, ആ മനുഷ്യൻ പൂർണ്ണനാകണം. നശ്വരമായ എന്ത് കിട്ടിയാലും ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് നശിച്ചു പോകും. കാരണം അത് നിത്യം നിലനിൽക്കുന്നതല്ല. അനശ്വരമായ ആത്മാവിന് വേണ്ടത് പുണ്യപൂർണതയാണ്. അതുവഴിയാണ് നിത്യജീവനും നിത്യരക്ഷയും ആ ആത്മാവ് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നേടിയെടുക്കുക. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി നമുക്ക് അഭിലഷിക്കാം, പുണ്യപൂർണതയ്ക്കും നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞു, അവനോ അവൾക്കോ ഒരു വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? വിശുദ്ധിയിലൂടെയാണ് പുണ്യപൂർണതയിലേക്ക് എത്തുക. ഈ വിശുദ്ധിയാണ് സ്വർഗത്തിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് നിത്യം ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാനും ദൈവത്തോടൊത്തു കഴിയുവാനും നമുക്ക് സാധിക്കുന്നത്. ആ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ, മാലാഖമാരുടെ പ്രത്യേകമായ സംരക്ഷണയിൽ നമുക്കും ദൈവത്തെ സ്വപ്നം കണ്ട് ദൈവത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ നിത്യമായ ആനന്ദത്തിൻ്റെ ഇടമായ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാം. അതിന് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവും സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉറപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെട്ട തിരുസഭ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഹൃദയ വിശുദ്ധിയോടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിലെ എല്ലാ മക്കളും എത്തിച്ചേരുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായി എല്ലാവരും യാത്ര ചെയ്യുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. മാതൃരാജ്യത്തെ ഐശ്വര്യത്തിലും സമൃദ്ധിയിലും മുന്നോട്ട് നയിക്കുവാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈശോയുടെ തിരുക്കുടുംബം പോലെ സ്നേഹവും ഐക്യവുമുള്ള ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ലോകമെങ്ങും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വർഗീയ മതവിദ്വേഷങ്ങളിൽ നിന്നുമൊക്കെ ഈ ലോകത്തെ രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓരോരുത്തർക്കും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥാ, സർവവും കാൽത്താരിൽ കാണിക്കയാൽ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. അറിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. അലിവുടി നാഥാ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥ,
സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുമനസ് നിറവേറ്റുന്നവർക്ക് അത് നിത്യമായ പ്രതിഫലത്തിന് നിദാനമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവാ
മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ വർഗീസ് ചക്കാലക്കൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട്
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തു അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണം. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന അതേ ഭോജനം എന്നും തേടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.